എന്തെല്ലാം വാർത്തകളാണല്ലേ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് വാർത്തകളുടെ അതിപ്രസരം മൂലം പല നല്ല വാർത്തകളും നമ്മൾ അറിയാതെ പോകുന്നുമുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമല്ല എന്ന തിരിച്ചറിവ് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു മോശം സംഭവത്തെ നന്നായി കൊടുക്കുവാനും തിന്മയെ നന്മയാക്കി തെറ്റിദ്ധരിപ്പിക്കാനും ഇക്കാലത്ത് കഴിയും. സിനിമകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത്തരത്തിൽ അനവധി വാർത്തകൾ ഇന്നിറങ്ങുന്നുണ്ട്. ഇന്നലെ തന്നെ ഞാൻ മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. വർഷങ്ങളായി മനോരമ പത്രം വായിക്കുന്നവർ അതിൽ വരുന്ന വാർത്തകളിൽ ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് കരുതുന്ന വായനക്കാർ ഇന്നും ഒരുപാടുണ്ട്. ഇഫ്താർ സംഗമം എന്നായിരുന്നു ആ വാർത്തയുടെ ഹെഡ്ലൈൻ. ഇന്നലെ മാർച്ച് 24 തിങ്കളാഴ്ചത്തെ മനോരമ പത്രമാണ്. വാർത്ത വായിക്കാതെ തന്നെ കാര്യം മനസ്സിലായി. മുസ്ലിം മതവിശ്വാസങ്ങളുടെ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വാർത്തയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് വാർത്തയുടെ ആദ്യത്തെ ലൈൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മണിമല ഫൊറോന തല ഇഫ്താർ സൗഹൃദ സംഗമം. ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഫൊറോന എന്നും ഫൊറോന പള്ളിയെന്നും ഫൊറൈൻ ചർച്ചും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ക്രിസ്ത്യൻ ജീവിത രീതിയും ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും ക്രിസ്ത്യൻ കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെന്താണ് സംഭവം എന്നറിയാൻ എനിക്ക് തോന്നി. ഞാൻ വാർത്ത മുഴുവനും വായിച്ചു. വാർത്ത വായിച്ച എനിക്കുള്ള ബോധം കൂടെ പോയി. വാർത്ത ഇങ്ങനെയാണ്: ഇഫ്താർ സംഗമം മണിമല ഫൊറോന തല ഇഫ്താർ സൗഹൃദ സംഗമം ഹോളി മാഗി ഫൊറോന പള്ളിയിൽ നടത്തി. 10 ഇടവക പള്ളികളിൽ നിന്നുമായി 100-ലധികം പേർ പങ്കെടുത്തു. ഫാദർ മാത്യു താന്യത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാദർ സെബാസ്റ്റ്യൻ മാമ്പാറ, ഫാദർ ജേക്കബ് നടുവിലേക്കളം എന്നിവരുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സന്ദേശ നിലയത്തിൽ നിന്നെത്തിയ സംഘം ക്ലാസ് നയിച്ചു. ഇതെന്താ സംഭവം? ഇത് വായിച്ചതിന് ശേഷം ഞാൻ ഓർത്തു, ഇഫ്താർ സൗഹൃദ സംഗമം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇനി ഇത് വല്ലോ മതസൗഹാർദ്ദ പരിപാടിയാണോ? അങ്ങനെ തോന്നുവാൻ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാരണമാണ്. ഇഫ്താർ സംഗമം എന്നാൽ റമദാനിൽ വ്രതമാചരിക്കുന്ന മുസ്ലിങ്ങളുടെ നോമ്പ് തുറയെയും നോമ്പ് തുറ വിഭവങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തി പറയാറുള്ള, സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു പദമാണ്, ഒരു വാക്കാണ്. ഇഫ്താർ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. അറബിയിൽ പ്രാതലിന് ഇഫ്താർ, ഫുദൂർ എന്നിങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറ്. എൻ്റെ ചിന്ത ഈ വഴിക്ക് പോയി. പക്ഷേ അപ്പോഴും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് ഏകദേശം 100-ൽ പരം ആളുകളാണ്. അതും 10 ഇടവക പള്ളികളിൽ നിന്നായി. അപ്പോൾ ആ വഴിക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഓർത്തു, വലിയ നോമ്പിലാണല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാം ആണോ? ഇല്ല, അങ്ങനെ വരാനും വഴിയില്ല. അവസാനം മനോരമയുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു. എന്നാൽ നമ്പറിൽ നിന്ന് കാര്യമായ റെസ്പോൺസ് ഒന്നും ലഭിച്ചില്ല. അപ്പോഴാണ് ഫേസ്ബുക്കിൽ ജെയിംസ് ജോസഫ് എന്ന വൈദികൻ, സത്യദർശനം ചീഫ് എഡിറ്ററായ ജെയിംസ് അച്ഛൻ പങ്കുവച്ച ഒരു പോസ്റ്റ് കാണുന്നത്. മനോരമ ദിനപത്രത്തിൽ വന്ന ഈ വാർത്തയെക്കുറിച്ചുള്ളതായിരുന്നു പോസ്റ്റ്. മണിമല ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തിയെന്ന ഒരു വാർത്ത മലയാള മനോരമ പത്രത്തിൽ മാർച്ച് 24 തിങ്കളാഴ്ച വന്നിട്ടുണ്ട്. ഇത് തെറ്റായ വാർത്തയാണ്. മണിമല ഫൊറോനയിൽ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടന്നതിനെക്കുറിച്ച് തെറ്റായ വാർത്ത പത്രം നൽകുകയായിരുന്നു. ഈ പ്രോഗ്രാമിന് ഇഫ്താറുമായി ബന്ധമൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പ്രചരിക്കുന്നതിനാലാണ് വിശദീകരണം നൽകുന്നത്. ഇങ്ങനെയായിരുന്നു അച്ഛൻ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു തെറ്റ്, ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത, ഒരു പിഴവ് മനോരമയുടെ ഭാഗത്തു നിന്നുണ്ടായത്? കാരണം സാധാരണ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ വാർത്ത ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനൊരു വാർത്ത, ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുവെന്ന് മുൻകൂട്ടി അറിയിക്കുകയും ശേഷം അവർ വന്നത് കവർ ചെയ്യുകയും ആ പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങൾ നൽകിയ ഒരു മാറ്റർ തയ്യാറാക്കി അവർക്ക്, ഈ മാധ്യമ പ്രവർത്തകർക്ക്, ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നവർ നൽകുകയും ചെയ്യും. പിന്നീട് അത് ഉൾപ്പെടുത്തിയാണ് അവർ വാർത്ത ചെയ്യുന്നത്. ഇങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. ചെറിയ പ്രോഗ്രാമുകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയാവും ഇങ്ങനെ ഒരു പിഴവ് മനോരമയ്ക്ക് സംഭവിച്ചിരിക്കുക? ഞാൻ വീണ്ടും മനോരമയെ വിളിച്ചു നോക്കി. കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ക്ലാസ് എടുക്കാൻ പോയവരുടെ നേതൃനിരയിലുണ്ടായ ഒരു വ്യക്തിയായ ഫാദർ ജേക്കബ് നടുവിലേക്കളം അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിക്കുമ്പോൾ 3 കാര്യങ്ങൾ അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒന്ന്, മണിമല ഫൊറോനയിൽ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ട്രെയിനിങ് പ്രോഗ്രാം കവർ ചെയ്യാൻ മനോരമയോട് പറഞ്ഞിരുന്നു. 2, പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രോഗ്രാമിനെ സംബന്ധിക്കുന്ന മാറ്റേഴ്സ്, ഈ എന്തെങ്കിലും വിശദ വിവരങ്ങൾ ഈ മനോരമയ്ക്ക് കൈമാറിയിരുന്നോ? 3, ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത മനോരമ പത്രത്തിൽ വന്നപ്പോൾ ഇതേപ്പറ്റി അവരോട് വിശദീകരണം തേടിയിരുന്നോ? അച്ഛനോട് പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു. ജേക്കബ് അച്ഛൻ, ഞാൻ MGTV എന്നായിരുന്നേ. ഓക്കെ അച്ഛൻ, ഞാൻ വിളിച്ചതേ ഈ അടുത്ത് ഒരു വാർത്ത മനോരമ പത്രത്തിൽ കണ്ടിരുന്നു. അതേക്കുറിച്ച് ചോദിക്കാനായിരുന്നേ വിളിച്ചേ. അത് ശരിക്കും നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഈ അവധിക്കാലത്ത് നമുക്ക് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി 10 ദിവസത്തെ ഒരു വിശ്വാസോത്സവം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. 10 ദിവസത്തെ ഒരു വിശ്വാസ പരിശീലന പരിപാടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും പഠിപ്പിക്കുന്ന മതാധ്യാപകർക്ക് വേണ്ടിയിട്ടൊരു സെമിനാർ നടത്താറുണ്ട്. അതായത് നമ്മൾ ഓരോ വർഷവും ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചാണ് നമ്മൾ വിശ്വാസോത്സവത്തിന് നമ്മൾ നടത്തുക. അപ്പൊ ആ പുസ്തകം അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ ഒരുമിച്ച് കൂട്ടി, ആ ഫൊറോനയിലെ മുഴുവൻ അധ്യാപകരെയും കൂടി ഒരുമിച്ച് കൂട്ടി നമ്മളൊരു സെമിനാർ ക്രമീകരിക്കാറുണ്ട്. അത് എല്ലാ വർഷവും നടത്തുന്ന പരിപാടിയാണ്. അത് ഫൊറോന കേന്ദ്രത്തിൽ വെച്ചാണ് സാധാരണ നടത്തുന്നത്. അങ്ങനെ ഈ വർഷം നമ്മളത് മണിമല ഫൊറോന പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച 22-ാം തീയതി ശനിയാഴ്ച നമ്മളത് ക്രമീകരിച്ചു. നമ്മുടെ മണിമല ഫൊറോനയിലെ
11 പള്ളികളാണുള്ളത്. എല്ലാ പള്ളികളിൽ നിന്നുള്ള മതാധ്യാപകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നീട് അങ്ങനെ അത് ഇങ്ങനെ ഒരു വാർത്തയായിട്ട് മാറിയത്? മതാധ്യാപക പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആദ്യം ഇവരെ വിളിച്ചിരുന്നോ? മനോരമ പത്രത്തിനെ വിളിച്ചിരുന്നോ? നമ്മൾ അങ്ങനെ ആരെയും ക്ഷണിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ. ഇവർക്ക് പിന്നെ പ്രത്യേകം കണ്ടന്റ് വല്ലതും തയ്യാറാക്കി നൽകിയിരുന്നോ വാർത്ത ആരും ചെയ്യാൻ? ശരിക്കും ഔദ്യോഗികമായിട്ട് ഞാനോ ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനോ സിസ്റ്ററോ ഞങ്ങൾ ആരും തന്നെ ഈ വാർത്ത കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. അവരെ വിളിച്ച് ഇതിന്റെ വിശദീകരണം ഒന്നും തേടിയില്ലേ? ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു, മനോരമയുടെ ഓഫീസിൽ വിളിച്ചു. അപ്പം അവര് അതിന്റെ ഒരു ലേഖകൻ ഇന്നലെ വൈകുന്നേരം ഫൊറോന വികാരിച്ചിനെ വന്ന് കാണുകയും അവര് ഈ എറർ സംഭവിച്ചതിന് അവരൊരു ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇന്നതിന് ആ തെറ്റ് തിരുത്തി അവർ വാർത്ത അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇന്നത് അവരുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒത്തിരി ചർച്ചയ്ക്കും വിമർശനത്തിനും ഒക്കെ കാരണമായി. എന്നാലും അവർക്ക് ഇത് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് കിട്ടിയെന്ന് വല്ലതും അവര് പറഞ്ഞിരുന്നോ? അതേക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നോട് എനിക്കതിന് റിപ്ലൈ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഫൊറോന വികാരിച്ചിനെയാണ് അവർ വന്ന് കണ്ടത്. ഇന്നലെ വൈകുന്നേരം അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് അവര് ക്ഷമ ചോദിക്കുകയും ഇന്നത് തിരുത്തി കൊടുക്കുമെന്ന് അച്ഛനോട് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ ഇന്നത്തെ പത്രത്തില് ശരിയായ വാർത്ത അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം ചെയ്തിട്ടുണ്ട് അവര്. പക്ഷെ അത് ഒത്തിരി ചർച്ചയ്ക്കും വിമർശനത്തിനൊക്കെ അത് കാരണമായിട്ട് മാറി. ശരിക്കും അത് മതാധ്യാപക സംഗമമായിരുന്നു. ഫൊറോനയിലെ മുഴുവൻ അധ്യാപകരും ചേർന്ന ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. കേട്ടില്ലേ? നമ്മൾ കാണുന്ന വാർത്തകൾ, മാധ്യമങ്ങളിലൂടെ അറിയുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാവണമെന്നില്ല. തീർച്ചയായും എല്ലാത്തിലും അല്പം കാര്യമുണ്ടാകും. പക്ഷേ പൂർണ്ണമായും അത് സത്യമാകണമെന്നില്ല. ആർക്കും തെറ്റ് പറ്റാം. അങ്ങനെ പറ്റിയ ഒരു പിഴവ് തന്നെയാകാം ഇതും. പക്ഷേ നമുക്കറിയാം, നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, സത്യം ചെരുപ്പ് ധരിച്ചു വരുമ്പോഴേക്കും നുണ അത് ലോകം ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടാകും. പ്രഭാഷകന്റെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: വഞ്ചിക്കപ്പെടാതിരിക്കാനും ഭോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തുതി.